അപ്പം നാലാമത്തത് കേട്ടോ, ഇന്നലെ പറഞ്ഞ ക്ലാസ്സിൽ നാലാമത്തതാണ്. ഇന്നലെ എന്താണ് പറഞ്ഞത്? നമ്മൾ ഫ്രീ ട്രേഡിങ് എഗ്രിമെൻറ്റ്സ് ഉള്ള ഇതല്ലേ പറഞ്ഞത്, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റ്സ്. അതിൽ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞ്, നാഫ്റ്റ പറഞ്ഞ്, പിന്നെ പറഞ്ഞത് എന്താണ്, ഒപ്പെക്ക് പറഞ്ഞ്. ഇനി നാലാമത്തത് ആസിയാൻ കേട്ടോ, ദ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് പറയണത്. അപ്പോൾ ആസിയാൻ ഫോം ചെയ്തത് ബാങ്കോക്കിലാണ്, 1967. ആദ്യം 5 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്: ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ്. ഇത് ഇക്കണോമിക് പ്രോഗ്രസ്, സാമ്പത്തിക പുരോഗതി ഉണ്ടാകണം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു സംഘടന അവർ രൂപീകരിച്ചത്. ബ്രൂണെ ജോയിൻഡ് ദ അസോസിയേഷൻ 1984. 1984 ബ്രൂണെ എന്ന് പറഞ്ഞ രാജ്യം ഇതിനോട് ചേർന്ന്. ദ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ആസിയാൻ which is richly endowed with natural resources has been very high. ഇപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് ആസിയാൻ്റെ കീഴിലുള്ള രാജ്യ ഇക്കണോമിക് ഗ്രോത്ത് എന്തായിരുന്നു, വളരെ വേഗത്തിലാണ് ഉണ്ടായിരുന്നത്. കാരണം ഒരുപാട് നാച്ചുറൽ റിസോഴ്സുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗ്രോത്ത് റേറ്റും ഹൈ ആയിരുന്നു. ദിസ് റീജിയൻ അക്കൗണ്ട്സ് ഫോർ ദ ലയൺ ഷെയർ ഓഫ് ദ വേൾഡ്സ് നാച്ചുറൽ റബ്ബർ, പാം ഓയിൽ ആൻഡ് ടിൻ. ഇപ്പോൾ ഇവരുടെ കൂടുതലായിട്ടുള്ള ലയൺ ഷെയർ, സിംഹഭാഗം ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഷെയർ ലോകത്തിലെ തന്നെ ഇത് റബ്ബർ, പാം ഓയില്, പനട ഓയില്, പാം ഓയില്, അതുപോലെ ടിൻ. ഈ മൂന്ന് കാര്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തിയിരുന്നത് ആസിയാൻ്റെ കീഴിലുള്ള രാജ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള രാജ്യങ്ങളായിരുന്നു. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ, കോഫി, ടിമ്പർ, പെട്രോളിയം, നിക്കൽ, ബോക്സൈറ്റ്, ടങ്സ്റ്റൺ ആൻഡ് കോൾ. അതുകൂടാതെ ഇവർ ഷുഗർ അല്ലേ, പഞ്ചസാര, അതുപോലെ കോഫി, ടിമ്പർ തടികൾ, പെട്രോളിയം, നിക്കൽ, ബോക്സൈറ്റ്, ടങ്സ്റ്റൺ, കോൾ, കൽക്കരി, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉൽപ്പാദകരും കൂടിയായിരുന്നു ആസിയാൻ രാജ്യങ്ങൾ. The formations of ASEAN have enabled the member countries to have close collaborations, share their economic and human resources, and achieve synergy in the development of their agricultural sectors, industrial sectors and service sectors. ഇപ്പോൾ ആസിയാൻ ഫോം ചെയ്തതോടുകൂടി എന്താണ്, മെമ്പർ കൺട്രീസ് അതിൽ ഇൻക്ലൂഡ് ചെയ്താകുന്ന രാജ്യങ്ങൾ എന്താണ്, അവർ തമ്മിൽ ഒരുപാട് ക്ലോസ് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ അവരെന്ത് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഒരു രാജ്യത്തിനില്ലാത്തത് അവരവരുടെ രാജ്യത്ത് നിന്ന് കൊടുക്കും. അതിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടുണ്ടെങ്കിലും, അതുപോലെ അഗ്രികൾച്ചർ സെക്ടേഴ്സ്, ഇൻഡസ്ട്രി സെക്ടേഴ്സ്, സർവീസ് സെക്ടേഴ്സ്, എന്ത് രീതിയിൽ വേണമെങ്കിലും അവരെന്തിനും ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. The common historical and cultural background has made the member countries to maintain their unity and solidarity. അതുപോലെ തന്നെ അവരുടെ ചരിത്രപരമായ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റും ആ രാജ്യങ്ങൾ തമ്മിലൊരു യൂണിറ്റിയും സോളിഡാരിറ്റിയും ഉണ്ട്, സമത്വവും ഉണ്ട്, ഏകതയും ഉണ്ടെന്നാണ് പറയണത്. അവർ തമ്മിൽ നേരത്തെ തന്നെ പണ്ടേ തുടങ്ങിയുള്ളതാണ് അവരുടെ ചരിത്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സംസ്കാരം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ, ആസിയാൻ എന്ന് പറഞ്ഞാൽ അതിന് എത്ര മെമ്പർ കൺട്രീസ് ഉണ്ട്, അവർ തമ്മിലൊരു വല്ലാത്തൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അത് യൂണിറ്റി ഉണ്ടായിരുന്നു, സോളിഡാരിറ്റി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. The ASEAN countries formed ASEAN Free Trade Area AFTA in 1994. 1994 ആസിയാൻ കൺട്രീസ് ആസിയാൻ ഫ്രീ ട്രേഡ് ഏരിയ AFTA എന്ന് പറയുന്നത് ആരംഭിച്ചത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക നമ്മുടെ രാജ്യത്തേക്ക് വന്നത്. ഇൻടു ദിസ് റീജിയൻ എസ്റ്റാബ്ലിഷ് ഫ്രീ ട്രേഡ് ഏരിയ ഇൻ മെമ്പർ കൺട്രീസ്, റെഡ്യൂസ് താരിഫ് ഓഫ് ദ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആസിയാൻ കൺട്രീസ് എക്സെട്ര. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അവർ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആ രാജ്യത്തേക്ക് വന്നത്? എൻകറേജ് ചെയ്യുന്നതിനും, ഫ്രീ ട്രേഡ് മെമ്പർ കൺട്രീസ് തമ്മിൽ ഫ്രീ ട്രേഡ് നടത്തുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാം, പ്രൊഡക്ട്സിനുള്ള താരിഫൊക്കെ റെഡ്യൂസ് ചെയ്യുക, എങ്ങനെയുള്ളവർക്ക് ആസിയാൻ കൺട്രീസിൽ ഉള്ള അവർക്ക്. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്ത് ഏർപ്പെടുത്തിയത്? ആസിയാൻ ഫ്രീ ട്രേഡ് ഏരിയ. The Association of Southeast Asian Nations has free trade agreement with the 6 partners, namely People's Republic of China, Republic of Korea, Japan, India, as well as Australia and New Zealand. പിന്നെ പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു അസോസിയേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് 6 രാജ്യങ്ങളുമായിട്ട് അവരെന്ത് ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണത്? ചൈനയുണ്ട്, കൊറിയയുണ്ട്, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്.
അപ്പോൾ അവർ തമ്മിലുള്ള ഇത് എഗ്രിമെൻ്റ് പേരാണ് ഇങ്ങനെ കൊടുത്തത് ACFTA എന്ന് പറയുന്നത് കേട്ടോ. അത് ചൈനയുമായിട്ടുള്ളത്. പിന്നെ AKFTA എന്ന് പറഞ്ഞാൽ കൊറിയയാണ്, AJCEP എന്ന് പറഞ്ഞാൽ ജപ്പാനുമായിട്ടാണ്, AIFTA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ, അതുപോലെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തമ്മിൽ വന്നത് AANNZFTA. അതാ കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലാണോ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയത് അതിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഈ 6 രാജ്യങ്ങളുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് അവർ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ആസിയാൻ ഇന്ത്യ ഫ്രീ ട്രേഡ് ഏരിയ ആട്ടെ, AIFTA എന്താണെന്നാണ് പറയണത്. ഇന്ത്യ ആൻഡ് ദ അസോസിയേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഓൺ August 13, 2009 signed a free trade agreement to trade in goods called ASEAN India Free Trade Agreement. എന്നാണത് 2009 August 13 ആസിയാനും ഇന്ത്യയും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചത് കേട്ടോ, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ചെയ്യണത്. ഈ എഗ്രിമെൻറ്റ് പ്രകാരം പറയണത് ആസിയാൻ മെമ്പർ കൺട്രീസ് ആൻഡ് ഇന്ത്യ വിൽ ലിഫ്റ്റ് ഇമ്പോർട്ട് താരിഫ്സ് ഓൺ മോർ ദാൻ 80% ട്രേഡഡ് പ്രൊഡക്ട്സ്. എന്താണ് ആസിയാൻ മെമ്പർ കൺട്രീസും ഇന്ത്യയും തമ്മിൽ ഒരു ഇമ്പോർട്ട് താരിഫ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് കുറയ്ക്കാനായിട്ട്, ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണത്? ട്രേഡഡ് പ്രൊഡക്ട്സ് 80% കൂടുതലാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവർ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ആസിയാൻ ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് ഇഫക്റ്റ് ഫ്രം 1 January 2010. ഇത് നിലവിൽ വന്നത് അല്ലെങ്കിൽ ഇഫക്റ്റിലായ നിയമപ്രകാരം പ്രാബല്യത്തിൽ വന്നത് എന്താണ്, January 1, 2010 കേട്ടോ. AIFTA paved the way for the creation of one of the world's largest FTAs, a market of almost 1.8 billion people with a combined GDP of $2.8 trillion. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ളൊരു കരാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആയിട്ടാണ് പറയണത്. അതായത് 1.8 ബില്യൺ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് അവർക്കുള്ള വരുമാനം പറയുന്നത് എന്താണ്, $2.8 ട്രില്യൺ ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് കിട്ടുന്നത്, വരുമാനമായിട്ട് കിട്ടുന്നത്. ഏത് കരാർ പ്രകാരം? ഇന്ത്യയുമായിട്ടുള്ള ആസിയാൻ്റെ കരാർ പ്രകാരം. The ASEAN India Trading Service Agreement and Investment Agreement was signed in 2014. അപ്പോൾ ട്രേഡ് എഗ്രിമെൻറ്റ് മാത്രമല്ല, സർവീസ് എഗ്രിമെൻറ്റും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എഗ്രിമെൻറ്റ് കൂടി എന്തിട്ടുണ്ട്, ആസിയാനും ഇന്ത്യയായിട്ട് ഏർപ്പെട്ടിട്ടുണ്ട്. അത് 2014 മുതലാണ് കേട്ടോ. ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 2017-18 ഇൻഡോ ആസിയാൻ ബൈലാറ്ററൽ ട്രേഡ് ഗ്രൂ ബൈ ഓൾമോസ്റ്റ് 14% ടു റീച്ച് $81.3 ബില്യൺ. ഇന്ന് 2017-18 ഫിനാൻഷ്യൽ ഇയറിൽ ഇൻഡോ ആസിയാൻ്റെ ബൈലാറ്റർ എന്ന് അവർ രണ്ടുപേരും ട്രേഡിംഗ് പ്രകാരം 14% ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഏകദേശം എത്രയാണ്, $81.3 ബില്യൺ ആണ് അവർക്ക് എന്താണ് ഇത് പ്രകാരം ഉണ്ടായിരുന്ന ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യസ് ഇമ്പോർട്ട്സ് ഫ്രം ആസിയാൻ വർ വാല്യൂഡ് അറ്റ് $47.13 ബില്യൺ വൈൽ ഇറ്റ്സ് എക്സ്പോർട്സ് ടു ആസിയാൻ സ്റ്റുഡ് അറ്റ് $34.2 ബില്യൺ. ഇമ്പോർട്ടിനത്തിലാണെങ്കിൽ ആസിയാൻ രാജ്യത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിൽ $, എത്ര 47.13 ബില്യൺ അവർക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്പോർട്ടാണെങ്കിൽ ആസിയാനിൽ എക്സ്പോർട്ട് ചെയ്താണെങ്കിൽ $34.2 ബില്യൺ ആണ് ഇപ്പം നിൽക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഈ കരാർ പ്രകാരം ഉണ്ടായിട്ടുണ്ട് ആസിയാൻ ഇന്ത്യ ഫ്രീ ട്രേഡ് ഏരിയ പ്രകാരം. ഇനി 5ാമത് സാർക്ക് എന്നാണ് കേട്ടോ പറഞ്ഞത്. സാർക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്നാണ് കേട്ടോ പറയണത്. ഇതിൽ 7 കൺട്രീസാണ്, 7 രാജ്യങ്ങളാണ് വന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ്. 1950 ഡിസംബറിലാണിത് ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ. The participants of the summit affirmed that the birth of SAARC was a logical response to the problem facing the region. അതായത് ഓരോ റീജിയൻസും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടാണ് ഈ സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. The fundamental goal of SAARC is to accelerate economic and social development through optimal utilization of their human and material resources.
ഇനി ഇവരുടെ സാർക്കിൻ്റെ പ്രധാന ഉദ്ദേശം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ഡെവലപ്മെൻറ്റും ഇക്കണോമിക്കും ഇത് രണ്ടും എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാം. അതും ഏത് രീതിയിൽ? അവർക്കുള്ള ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമായിട്ട് പറയണത്. ദ സെക്രട്ടേറിയറ്റ് ഓഫ് ദ അസോസിയേഷൻ ഈസ് അറ്റ് കാൽമണ്ഡു, നേപ്പാൾ. ഒരു പ്രധാന കാര്യാലയം, സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാന ഓഫീസ് എന്നാണ് കേട്ടോ, ഹെഡ് ഓഫീസ് എന്നാണ് പറയണത്. അതെവിടെയാണ്? നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 8 ഒബ്ജക്റ്റീവ്സ് ആണ് പറയണത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് പറയണത് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് സൗത്ത് ഏഷ്യ ആൻഡ് ടു ഇംപ്രൂവ് ദെയർ ക്വാളിറ്റി ഓഫ് ലൈഫ്. എന്താണ്? ജനങ്ങളുടെ, സൗത്ത് ഏഷ്യയിലുള്ള ജനങ്ങളുടെ വെൽഫെയർ നല്ലതിന് വേണ്ടിയിട്ടും അതുപോലെ അവരുടെ ജീവിതനില ഉയർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയണത്. രണ്ടാമത്തത് ഇക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ പ്രോഗ്രസ്, കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആ റീജിയനിൽ ഉണ്ടാക്കാം. അതുകൂടാതെ എല്ലാ വ്യക്തികൾക്കും ഒരേ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഡിഗ്നിറ്റി, ഒരു സ്ഥാനം ഉണ്ടാക്കുന്നതിനും അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗിക്കുന്നുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയണത്. മൂന്നാമത്തത് ടു പ്രൊമോട്ട് ആൻഡ് സ്ട്രെങ്തൻ കളക്റ്റീവ് സെൽഫ് റിലയൻസ് എമംഗ് ദ കൺട്രീസ് ഓഫ് സൗത്ത് ഏഷ്യ. എന്താണ്? സൗത്ത് ഏഷ്യയിൽ സൗത്ത് ഏഷ്യയിലുള്ള രാജ്യങ്ങളിൽ ആൾക്കാർക്ക് അവർക്ക് സ്വയം പര്യാപ്തമാകുന്നതിനും അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും പ്രൊമോട്ട് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ 3 ഒബ്ജക്റ്റീവ്സ് പറയണത്. ഇനി നാലാമത്തെ പറയണത് ടു കോൺട്രിബ്യൂട്ട് ടു മ്യൂച്വൽ ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ഈച്ച് അതേഴ്സ് പ്രോബ്ലംസ്. പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഓരോ രാജ്യങ്ങളുടെയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുകയും വേണം. അപ്പം അങ്ങനെ എടുക്കുന്നവരെന്താ? അപ്രീസിയേറ്റ് ചെയ്യുകയും വേണം. ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും, മറ്റു രാജ്യങ്ങളുടെ ഹെൽപ്പ് കൊണ്ട് സോൾവ് ചെയ്യാം. പിന്നെ പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കണം. ഇതാണ് നാലാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയണത്. അഞ്ചാമത്തത് പറയണത് ടു പ്രൊമോട്ട് ആക്റ്റീവ് കൊളാബറേഷൻ ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് ഇൻ ദ ഇക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ, ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഫീൽഡ്. എന്താണ്? ഒരു ഇക്കണോമിക്, സാമ്പത്തികമായിട്ട്, സാമൂഹികമായിട്ട്, സാംസ്കാരികമായിട്ട്, ടെക്നിക്കലായിട്ട്, സയൻറ്റിഫിക് ഫീൽഡുകൾ അവർക്ക് എന്താണ്? പരസ്പര സഹായങ്ങളാണ്, മ്യൂച്വൽ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക, ആ പ്രവർത്തനങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക, എല്ലാ രാജ്യങ്ങളും, അല്ലാണ്ട് ഓരോന്നൊന്നും വിട്ടു നിൽക്കരുത്. എത്ര പേരുണ്ട് അവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് നോക്കാം. ആറാമത്തത് ടു സ്ട്രെങ്തൻ കോപ്പറേഷൻ വിത്ത് അതർ ഡെവലപ്പിംഗ് കൺട്രീസ്. മറ്റുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് എന്താണ്? അവരുമായുള്ള സഹകരണം സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നോക്കാം. ഏഴാമത്തത് ടു സ്ട്രെങ്തൻ കോപ്പറേഷൻ എമംഗ് ദംസെൽസ് ഇൻ ഇൻ്റർനാഷണൽ ഫോറംസ് ഓൺ മാറ്റേഴ്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ്. എന്താണ്? മറ്റുള്ള ഇൻ്റർനാഷണൽ ഫേമുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പൊതുവായ താല്പര്യങ്ങൾ എന്താണോ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നോക്കാം, പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായിട്ട് നോക്കാം. ഓരോ രാജ്യങ്ങൾക്കും ഓരോരോ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, ആ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ലാസ്റ്റത്തെ ഒബ്ജക്റ്റീവ് പറയണത് ടു കോപ്പറേറ്റ് വിത്ത് ഇൻ്റർനാഷണൽ ആൻഡ് റീജിയണൽ ഓർഗനൈസേഷൻസ് വിത്ത് സിമിലർ എയിംസ് ആൻഡ് പർപ്പസസ്. എന്താണ്? ഇൻ്റർനാഷണൽ റീജിയണൽ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഒരേ ലക്ഷ്യങ്ങളും ഒരേ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടായിരിക്കും, അവരുടെ പ്രവർത്തനങ്ങൾ എന്താ? ഏകോപിപ്പിക്കാനായിട്ട് നോക്കാം. അങ്ങനെ 8 ഒബ്ജക്റ്റീവ്സ് ആണ് സാർക്കിന് പറയണത്. ഇനി 3 പ്രിൻസിപ്പിൾസ് ആണ് ഇതിനുള്ളത് കേട്ടോ. ഒന്നാമത്തെ പറയണത് ഇത് പ്രവർത്തിക്കണത് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ഒരു പ്രവർത്തിക്കണതിന് ബേസ് ചെയ്തിരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ റെസ്പെക്റ്റ് ഫോർ ദ പ്രിൻസിപ്പിൾ ഓഫ് സോവറിൻ ഇക്വാലിറ്റി, territorial integrity, political independence, non-interference in the internal affairs of other states and mutual benefit. എന്താണ് പറയുന്നത്? സോവറിൻ ഇക്വാലിറ്റി, എല്ലാവർക്കും സമത്വം, ഒരേ രീതിയിലുള്ള സമത്വം അവകാശങ്ങളാണ് ഉള്ളത്. പിന്നെ ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി, എല്ലാവർക്കും എന്താണ്? ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി, ആത്മാർത്ഥം ഉണ്ടായിരിക്കണം. പൊളിറ്റിക്കലായിട്ട് ഇൻഡിപെൻഡൻസ്, ഓരോ രാജ്യത്തിനും ഓരോ പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട്, അപ്പോൾ അതിൽ ആരും ഇടപെടാൻ പാടില്ല. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളും ഓരോ രാജ്യങ്ങളുടെയും ഇൻറ്റേർണൽ അഫയേഴ്സിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? യാതൊരു കടന്നുകയറ്റങ്ങളും പാടില്ല. മ്യൂച്വലായിട്ടുള്ള ബെനഫിറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അതിലേക്കൊന്നും കടന്നു കയറാനായിട്ട് പാടില്ല. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ പറയണത് കേട്ടോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രവർത്തിക്കുന്നത്. സോവറിൻ ഇക്വാലിറ്റി, ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി, പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ആൻഡ് നോൺ ഇൻ്റർഫിയറൻസ്.
ഇനി രണ്ടാമത്തെ പറയുന്നത് സച്ച് കോപ്പറേഷൻ ഷാൽ നോട്ട് ബി എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ബൈലാറ്ററൽ കോപ്പറേഷൻ ബട്ട് ഷാൾ കോംപ്ലിമെന്റ് ദം. ഇത്തരത്തിലുള്ള സഹകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈലാറ്ററൽ ആവരുത്. ബൈലാറ്ററൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കോപ്പറേഷൻ അല്ല, എന്താണ് എല്ലാവരും കൂടി ഒരുമിച്ചുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് അവരെ എന്ത് ചെയ്യാം, അത് സഹായിച്ചവരെ നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലിമെൻറ്റ് ചെയ്യാം. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാം, പ്രശംസിക്കാം. പക്ഷേ ഒരിക്കലും ബൈലാറ്ററൽ കോപ്പറേഷൻ ആവരുത്. മൂന്നാമത്തത് സച്ച് കോപ്പറേഷൻ ഷാൽ നോട്ട് ബി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ബൈലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ ഒബ്ലിഗേഷൻസ്. മൂന്നാമത്തെ എന്താണ് പറയുന്നത്, അത്തരത്തിലൊരു കോപ്പറേഷൻ ഒരിക്കലും എന്താവരുത്, ബൈലാറ്ററൽ മൾട്ടിലാറ്ററൽ ഒബ്ലിഗേഷൻസ് ആയിട്ട്, അതായത് ഒരു രാജ്യങ്ങളുടെ രണ്ട് രാജ്യങ്ങളുടെ എന്തായിട്ട് ഉത്തരവാദിത്തമായിട്ട് മാറാനായിട്ട് പാടില്ല. എല്ലാവരും ഒരേ രീതിയിൽ എന്ത് ചെയ്യണം, കോപ്പറേറ്റ് ചെയ്യണം. അല്ലാണ്ട് അയാളത് സോൾവ് ചെയ്തുകൊണ്ട് അയാൾ തന്നെ എപ്പോഴും തന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും സഹായം അത് അയക്കരുത്. എല്ലാവരും മ്യൂച്വൽ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ 3 പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർക്ക് എന്ന് പറയുന്ന സമ്മിറ്റ് പ്രവർത്തിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ സാർക്കിൻ്റെ ഓർഗനൈസ് സ്ട്രക്ചറാണ് പറയണത് കേട്ടോ. 4 ആയിട്ടാണ് സ്ട്രക്ചർ പറയണത്. കൗൺസില്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി ആൻഡ് ടെക്നിക്കൽ കമ്മിറ്റി. ഒന്നാമത്തത് കമ്മിറ്റിയാണ് കേട്ടോ. സാർക്കിൻ്റെ കമ്മിറ്റിയിൽ കൗൺസിലിൽ വന്നത് ഗവൺമെൻറ് ഓഫ് ദ മെമ്പർ കൺട്രീസ് ഈസ് ദ ഹയസ്റ്റ് പോളിസി മേക്കിംഗ് ബോഡി. അതായത് കൂടുതൽ പവറുള്ളൊരു രാജ്യം ഉണ്ടായിരിക്കുമല്ലോ, അവിടുത്തെ ആളെ ആയിരിക്കും എന്തായിട്ട് എഴുതിയിരിക്കണത്, ഒഫീഷ്യലായിട്ട് ഹെഡായിട്ട് തീരുമാനിക്കണത് കേട്ടോ. കൗൺസിൽ മീറ്റ് വൺസ് ഇൻ 2 years, വർഷത്തിൽ 2 പ്രാവശ്യം. വൺസ് ഇൻ 2 years, 2 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യമാണ് കൗൺസിൽ മീറ്റിംഗ് വന്നത് കേട്ടോ. വർഷത്തിൽ 2 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം. ഇറ്റ് ഈസ് അസിസ്റ്റഡ് ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ ഫോറിൻ മിനിസ്റ്റേഴ്സ് ഓഫ് മെമ്പർ ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ കൗൺസിൽ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുകൂടാതെ എന്താണ്, നമ്മുടെ മെമ്പർ ഗവൺമെൻറ്റ്സിൻ്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കൂടി ഇതിൽ വരും, കൗൺസിലിൽ വരും. അപ്പോൾ കൗൺസിലിൽ റെപ്രസെൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്സുകൾ വന്നത് എന്താണ്, അതിൽ കൂടുതൽ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്ന ആൾക്കാരാണ്. അവരായിരിക്കും എന്തായിട്ട് തന്നെ കൗൺസിലിലെ ഹെഡ്സ് ആയിട്ട് വന്നത്. മീറ്റിംഗ് 2 വർഷം കൂടെ ഒരു പ്രാവശ്യം ഉണ്ടായിരിക്കുള്ളൂ. സബ്മിറ്റ് സാർക്ക് ഉച്ചകോടി എന്നൊക്കെ പറയില്ലേ, അത്. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും നടത്തണത്. അപ്പോൾ മറ്റുള്ള അതിൻ്റെ മെമ്പർ കൺട്രീസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ എന്തെങ്കിലും അവിടെ പോയി കൂടേണ്ടതായിട്ട് വരും. രണ്ടാമത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് പറയണത്. ഈ കമ്മിറ്റിയിൽ ഫോറിൻ സെക്രട്ടറീസ് ഓഫ് മെമ്പർ ഗവൺമെൻറ്റ്സ് ആണ് വന്നത് കേട്ടോ. ഫോറിൻ സെക്രട്ടറീസ് ഓഫ് മെമ്പർ ഗവൺമെൻറ്റ്സ്. ദ കമ്മിറ്റി മോണിറ്റേഴ്സ് ആൻഡ് കോർഡിനേറ്റ് ദ പ്രോഗ്രാംസ്. കമ്മിറ്റി എന്താണത്, പ്രോഗ്രാം എന്താണ്, അതിനെ മോണിറ്റർ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യും. പിന്നെ ഇൻ്റർസെക്ടറിയൽ പ്രയോറിറ്റീസ്, ഓരോ സെക്ടർ ഉണ്ടായിരിക്കും, അതിൻ്റെ പ്രയോറിറ്റീസ് എന്താണെന്ന് ഡിറ്റർമിൻ തീരുമാനിക്കും. പിന്നെ നോക്കണത് എന്താണ്, മൊബിലൈസ് കോപ്പറേഷൻ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ റീജിയൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും കോപ്പറേഷൻ ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കും. അതിനുശേഷം ഫോർമുലേറ്റ് ദ മൊഡാലിറ്റീസ് ഓഫ് ഫിനാൻസിങ് എങ്ങനെ വേണം, ഏത് രീതിയിലാണ് നമ്മൾക്കത് റേസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. ദ കമ്മിറ്റി മീറ്റ്സ് ആസ് ആൻഡ് വെൻ നെസസറി ആൻഡ് റിപ്പോർട്ട് ടു ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കമ്മിറ്റിക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്ന് മീറ്റിംഗ് ചേരാം, ആവശ്യമുള്ളപ്പോഴൊക്കെ അവർക്ക് എന്തെങ്കിലും മീറ്റിംഗ് കൂടാൻ പറ്റുമായിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക്. എന്നിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എന്ത് ചെയ്യണം, അവർ റിപ്പോർട്ട് അയച്ചു കൊടുക്കണം. എപ്പോഴാണ് മീറ്റിംഗ് കൂടിയത് തീരുമാനം എടുത്തത് അപ്പോൾ തന്നെ കൗൺസിൽ മീറ്റിങ്ങിന് അയച്ചു കൊടുക്കുകയും വേണം. മൂന്നാമത് പ്രോഗ്രാം കമ്മിറ്റിയാണ് പറയണത്. ഇതിൽ വന്ന സീനിയർ ഒഫീഷ്യൽസ് ആണ്, മെമ്പർ ഗവൺമെൻറ് സീനിയർ ഒഫീഷ്യൽസ് ആണ് പ്രോഗ്രാം കമ്മിറ്റിയിൽ വന്നത്. ഇതിൽ നോക്കണത് ബഡ്ജറ്റ്, സെക്രട്ടറിന് ബഡ്ജറ്റ് എന്താണെന്ന് സ്ക്രൂട്ടനൈസ് സൂക്ഷ്മ പരിശോധന നടത്തും. അതിനുശേഷമാണ് അവരെന്ത് ചെയ്യണം, ഫൈനലൈസ് ചെയ്യണത് ആനുവൽ ഷെഡ്യൂൾ. സെക്രട്ടറീസിന് ആനുവൽ ഷെഡ്യൂൾ എന്തായിരിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണമെന്നും തീരുമാനിക്കണത് എന്താണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് കേട്ടോ, എന്തൊക്കെ പ്രവർത്തനം വേണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം കമ്മിറ്റി എന്ന് പറഞ്ഞത്, എന്തൊക്കെ പ്രവർത്തനം നടത്തണമെന്ന് തീരുമാനിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 3 പറഞ്ഞിരുന്നു കേട്ടോ, കൗൺസിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി. ഇനി 4ാമത്തെ എന്താണ്, ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ഓർഗനൈസ് സ്ട്രക്ചറിൽ ലാസ്റ്റ് വന്നത് ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ഇതിൽ വന്നത് എല്ലാ രാജ്യത്തെയും മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. എത്ര രാജ്യങ്ങളുണ്ട് സാർക്കിൽ, അത്രയും രാജ്യങ്ങൾ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവരാണ് പ്രൊജക്റ്റുകളും പ്രോഗ്രാംസുകളും ഏതൊക്കെ ഏരിയാസിൽ വേണമെന്ന് ഫോർമുലേറ്റ് ചെയ്യും, മോണിറ്റർ ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യും പ്രൊജക്റ്റ്. സബ്മിറ്റ് ദ റിപ്പോർട്ട് ടു ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതിനുശേഷം റിപ്പോർട്ട് ആയിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കൊടുക്കും. ദ കമ്മിറ്റി സ്പെസിഫിക്കലി ഫങ്ഷൻസ് ഇൻ അഗ്രികൾച്ചർ, കമ്മ്യൂണിക്കേഷൻ, എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി,
റൂറൽ ഡെവലപ്മെൻറ്റ്, ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ ടെക്നിക്കൽ കമ്മിറ്റി കൂടുതലായിട്ട് അവർ പ്രവർത്തനം നടക്കുന്നത് ഓരോ മേഖലയുണ്ട്. കൃഷി ഉണ്ടായിരിക്കും, കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിലുള്ളത്, എൻവയോൺമെൻറ്റൽ സയൻസ്, ടെക്നോളജി, റൂറൽ ഡെവലപ്മെൻറ്റ്, ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കും വന്നത് ടെക്നിക്കൽ കമ്മിറ്റിക്ക് വന്നത്. അപ്പോൾ ഈ 4 എണ്ണമാണ് ഓർഗനൈസ് സ്ട്രക്ചറായിട്ട് എന്തിൻ്റെ വരെ സാർക്കിൻ്റെ വരുന്നത് കേട്ടോ. കൗൺസിലുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി ആൻഡ് ടെക്നിക്കൽ കമ്മിറ്റി. ഇനി 6ാമത്തെ ഫ്രീ ട്രേഡാണ് മെർക്കോസർ എന്നാണ് പറയണത് കേട്ടോ. മെർക്കോസർ എന്ന് പറഞ്ഞാൽ കോമൺ മാർക്കറ്റ് ഓഫ് ദി സൗത്ത്. സൗത്തിൽ ഉള്ള കോമൺ മാർക്കറ്റ് ആയിട്ടാണ് പറയണത് കേട്ടോ. ഈസ് ദ ലാർജസ്റ്റ് ട്രേഡിംഗ് ബ്ലോക്ക് ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ട്രേഡിംഗ് ബ്ലോക്കാണ് പറയുന്നത്. ഇതിലെ മെമ്പേഴ്സ് വന്നത് അർജൻറ്റീന, ബ്രസീൽ, പാരഗോ ആൻഡ് ഉറുഗ്വേ, ഈ 4 രാജ്യങ്ങളാണ് വന്നത്. ഇവരുടെ പർപ്പസ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൊമോട്ട് ഫ്രീ ട്രേഡ് ആൻഡ് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ഫ്രീ ട്രേഡും ഗുഡ്സും ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാം. പീപ്പിൾ ആൻഡ് കറൻസി, അതുപോലെ ആളുകൾക്കും കറൻസിയും, ഇതെല്ലാം ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കണം. മെർക്കോസേഴ്സ് കറൻറ്റ് പൊസിഷൻ ഈസ് ഇൻ ദ കസ്റ്റംസ് യൂണിയൻ ലെവൽ ഓഫ് റീജിയണൽ ഇൻ്റഗ്രേഷൻസ്. മെർക്കോസിൻ്റെ കറൻറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് യൂണിയൻ ലെവലായിട്ടാണ് വന്നത്. റീജിയണൽ ഇൻ്റഗ്രേഷനാണ് ഇവർ നടത്തുന്നത്. ദാറ്റ് മീൻസ് ദയർ ഈസ് ഫ്രീ ഇൻട്രാസോൺ ട്രേഡ് ആൻഡ് എ കോമൺ ട്രേഡ് പോളിസി ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഇൻട്രാസോൺ ട്രേഡാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മെമ്പർ കൺട്രീസിന്, ഈ 4 രാജ്യങ്ങൾ പോലെ രാജ്യത്തിന് എന്താണ് കോമൺ ആയിട്ട് ട്രേഡ് പോളിസി ആയിരിക്കും അവരുടെ ഇടയിൽ ഉണ്ടാവുന്നത്. ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഹാസ് ബീൻ ടു പ്രൊമോട്ട് എ കോമൺ സ്പേസ് ദാറ്റ് ജനറേറ്റ് ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ദ കോമ്പറ്റേറ്റീവ് ഇൻ്റഗ്രേഷൻ ഓഫ് നാഷണൽ ഇക്കണോമീസ് ഇൻ ടു ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇവിടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കോമൺ സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. എന്തിനൊക്കെ? ബിസിനസ്സിനും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനും ഒരു കോമൺ സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. അതിലൂടെ അതിനെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം. ഏത് രീതിയിലേക്ക് ഉയർത്താൻ നോക്കുക? ഒരു കോമ്പറ്റേറ്റീവ് രീതിയിൽ നാഷണൽ ഇക്കണോമീസിനെ ഉയർത്താനായിട്ട് നോക്കാം. ഇൻ ടു ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്, അതിലൂടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് അതിനെ കൈപിടിച്ചുയർത്താനായിട്ട് നോക്കാം. It is the 3rd largest integrated market after European Union North American Free Trade Agreement. എന്താണ് ഈ യൂറോപ്യൻ യൂണിയനും നാഫ്തയും കഴിഞ്ഞിട്ട് 3ാം സ്ഥാനമാണ് എന്തിനുള്ളത്? മെർക്കോസറിന് ഉള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. Intra-Mercosur merchandise trade grew from $10 billion at the inspection of the trade bloc in 1991 to $88 billion in 2010. ഇപ്പോൾ ഇൻട്രാ-മെർക്കോസർ മെർക്കൻഡൈസ് അവരുടെ ട്രേഡിംഗ് ഗ്രോത്ത് ആണ് പറയണത്. എത്രയാണ്? $10 billion ഉണ്ടായിരുന്നവിടുന്ന് ഇപ്പം 2010 ആയപ്പോൾ, 1991 കേട്ടത്, 2010 ആയപ്പോൾ എത്രയായിട്ട് കൂടിയെന്നാണ് പറയുന്നത്? $88 billion ആയിട്ട് ഉയർന്നിട്ടുണ്ട്. എന്തിൻ്റെ വളർച്ച? മെർക്കോസറിൻ്റെ ട്രേഡിങ്ങിൻ്റെ ഗ്രോത്താണ് ഈ പറയണത്. ഒബ്ജക്റ്റീവ്സ് ആണ്, 4 ഒബ്ജക്റ്റീവ്സ് ആണ് മെർക്കോസറിന് പറയണത്. ഒന്നാമത്തെ എന്താണ് പറയണത്? ടു എൻഷുർ ഫ്രീ ട്രാൻസിറ്റ് ഓഫ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്, സർവീസസ് ആൻഡ് ഫാക്ടറീസ് എമംഗ് ദ മെമ്പർ സ്റ്റേറ്റ്സ്. മെമ്പർ സ്റ്റേറ്റ്സിൻ്റെ ഇടയിൽ എന്താണ്? ഗുഡ്സുകൾ, സർവീസസ്, മറ്റുള്ള ഫാക്ടേഴ്സൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് അവർക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. എമംഗ് അതർ തിങ്സ്, അതുകൂടാതെ ദിസ് ഇൻക്ലൂഡ് ദ എലിമിനേഷൻ ഓഫ് കസ്റ്റം റൈറ്റ്സ് ആൻഡ് ലിഫ്റ്റിംഗ് ഓൺ നൺ താരിഫ് റെസ്ട്രിക്ഷൻസ്. എന്താണ്? കസ്റ്റം റൈറ്റ്സ് ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ നൺ താരിഫ് റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്താണ് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഓൺ ദ ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും നൺ താരിഫ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഉയർത്തിയിട്ടുണ്ട്. റെസ്ട്രിക്ഷൻസ് ഇല്ല, നൺ താരിഫാണ് അതില്ലാതാക്കിയിട്ടുണ്ട്. ഓർ എനി അതർ മെഷേഴ്സ് വിത്ത് സിമിലർ എഫക്ട്സ്. അതുപോലെ ഇതേപോലെ എന്തെങ്കിലും ഇഫക്ട്സ് ഉണ്ടാക്കുന്ന, എങ്ങനെ എഫക്ട്സ്? നെഗറ്റീവായിട്ട് എഫക്ട്സ് ഉണ്ടാക്കുന്നതിന് അവരെന്ത് ചെയ്യുന്നു? ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്, ഫ്രീ ട്രേഡ് നടത്താനുള്ള ഒരു എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കാൻ. രണ്ടാമത്തെ എന്താണ്? ഫിക്സിങ് ഓഫ് എ കോമൺ എക്സ്റ്റേണൽ താരിഫ്. എന്താണ്? കോമൺ എക്സ്റ്റേണൽ താരിഫ് അവർ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 3, ടു മൂവ് മെമ്പർ കൺട്രീസ് ഇക്കണോമീസ് എവേ ഫ്രം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മോഡൽസ്. എന്താണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മോഡൽസിന്
അവർ ഒഴിവാക്കിയിട്ട് മെമ്പർ കൺട്രീസിൽ തമ്മിലാണ് അവരെന്ത് ചെയ്യണത്, മൂവ് ചെയ്യണത്. യാതൊന്നും തന്നെ എന്ത് ചെയ്യണില്ല, ഇമ്പോർട്ട് ചെയ്യുന്നില്ല. നാലാമത്തത് ടു ഡെവലപ്പ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ 4 ഒബ്ജക്റ്റീവ്സ് ആണ് എന്തിനെ പറയുന്നത്, മെർകോസറിന് പറയണത് കേട്ടോ. ഇനി ഇതിൻ്റെ ഓരോ കാലഘട്ടങ്ങളാണ് കേട്ടോ പറയണത്. അതിന് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്ന മൈൽ സ്റ്റോൺസ്, നാഴികക്കല്ല് എന്നാണ് പറയാൻ കേട്ടോ മെർകോസറിന്. 91, 94, 95, 99, 2004 ഇങ്ങനെ 5 വർഷങ്ങളിലായിട്ടാണ് ഇതിനെന്തിനാ വളർച്ച ഉണ്ടായിരിക്കുന്നത്. അതിൽ 91 പറയുന്നത് ട്രീറ്റി ഓഫ് ഓക്ഷൻ ഗോസ് ഇൻ ടു ഫോഴ്സ് ഇൻ 1991, effectively mandating the creation of a common southern market by December 31st, 1994. Original signatories are Brazil, Argentina, Paraguay and Uruguay. അവർ സെറ്റ് ചെയ്ത വർഷമാണ് 1991 എന്ന് പറയണത്. അവർ ഇത് ഫോം ചെയ്തിട്ടുള്ളതാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു പുതിയ ട്രീറ്റി, ഒരു പുതിയ നിയമം അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം വന്നതാണ് 1991. 1994 ഡിസംബർ 31 എന്നിട്ട് എന്തായാലും കോമൺ സൗത്തേൺ മാർക്കറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ ഒറിജിനൽ സിഗ്നേച്ചറി എന്നിട്ട് അത് ഉണ്ടാകാൻ കാരണക്കാരായതായിരിക്കണം ബ്രസീൽ, അർജൻറ്റീന, പെറുഗെ ആൻഡ് ഉറുഗയാണ്. പാരഗ്വേ ആൻഡ് ഉറുഗേ കേട്ടോ. അത് 91 ഒരു നാഴികക്കല്ലാണ് ഇത് തുടങ്ങാനായിട്ട് വഴിതെളിച്ചത്. ഇനി 94 മെർകോസർ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത്. 95 കസ്റ്റംസ് യൂണിയൻ ക്രിയേറ്റ് ചെയ്ത്. മെർകോസർ ആൻഡ് ദ യൂറോപ്യൻ യൂണിയൻ സൈൻ ആൻ എഗ്രിമെൻറ്റ്. മെർകോസർ യൂറോപ്യൻ യൂണിയൻ കൂടി ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത്. എന്തിനുള്ളതാണ്? ട്രേഡ് അസോസിയേഷൻ ആൻഡ് കോർപ്പറേഷൻ വേരിയസ് ഏരിയാസ്. ട്രേഡ് അസോസിയേഷനും കോർപ്പറേഷനും മറ്റുള്ള ഭാഗങ്ങളുമായിട്ട് എല്ലാവരും മെർകോസറിൻ്റെ ഉള്ള മെമ്പർ കൺട്രീസും യൂറോപ്യൻ യൂണിയനിലുള്ള മെമ്പർ കൺട്രീസും തമ്മിലൊരു എഗ്രിമെൻറ്റ്, ട്രേഡ് എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി. അതാണ് 95 ഒരു നാഴികക്കല്ലെന്ന് പറയണത്. ഇനി അടുത്തത് 99 ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് 2 ട്രേഡിംഗ് ബ്ലോക്ക്, യൂറോപ്യൻ യൂണിയനും നാഫ്തയായിട്ട് ആ ഒരു എഗ്രിമെൻറ്റിൽ അവരെന്ത് ചെയ്തിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട്. അടുത്ത 99 കേട്ടോ. 2004 ലാസ്റ്റത്തെ നാഴികക്കല്ല് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് ഇന്ത്യയുമായിട്ട് എന്താണ് ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു മേഖലയായിരിക്കും പ്രിഫറൻസ് കൊടുത്ത് അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ ഇന്ത്യയുമായിട്ട് ഏർപ്പെട്ട്. ഇങ്ങനെ 5 വർഷങ്ങളിലായിട്ടാണ് മെർകോസറിൻ്റെ മൈൽ സ്റ്റോൺസ് ആയിട്ട് പറയണത്. മൈൽ സ്റ്റോൺസ് നാഴികക്കല്ലുകൾ കേട്ടോ, അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടായ ഗ്രോത്ത് ഉണ്ടായ വർഷങ്ങൾ. ഇനി അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഓഫ് മെർകോസർ ആണ് പറയണത് കേട്ടോ. അതിൻ്റെ ഒരു സ്ട്രക്ചർ കോമൺ മാർക്കറ്റ് കൗൺസിൽ, കോമൺ മാർക്കറ്റ് ഗ്രൂപ്പ്, കൊമേഴ്ഷ്യൽ കമ്മീഷൻ ഓഫ് മെർകോസർ, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മീഷൻ, സോഷ്യൽ ഇക്കണോമിക് കൺസൾട്ടേറ്റീവ് ഫോറം. ഇങ്ങനെ 5 ആയിട്ടാണ് സ്ട്രക്ചർ വരുന്നത്. അത് CMC ആണ്, കോമൺ മാർക്കറ്റ് കൗൺസിൽ എന്നാണ് പറയണത് കേട്ടോ. ഈ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവലാണ്. മെർകോസറിൻ്റെ ഏറ്റവും ഉയർന്ന തലം അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ളതാണ് കേട്ടോ. ഈ അതോറിറ്റിയിൽ ആണ് പോളിസീസ് എന്താണ് കണ്ടക്ട് ചെയ്യണത്, പിന്നെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ഫ്രെയിം ചെയ്യണത്, അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രീറ്റി ഓഫ് അസെൻഷൻ എന്നാണ് പറയുന്നത്. അസോസിയേഷൻ ഒരു നിയമഘടന, അതാണ് കോമൺ മാർക്കറ്റ് കൗൺസിലിൽ പറയണത്. ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും ഹെഡ് എന്ന് പറയാം. രണ്ടാമത്തെ കോമൺ മാർക്കറ്റ് ഗ്രൂപ്പാണ്. ഇതിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലയൻസ് വിത്ത് ദ ഓക്ഷൻ ട്രീറ്റി, എന്തെങ്കിലും അവരുടെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർപ്പാക്കി കൊടുക്കുക. ആൻഡ് ടു ടേക്ക് റെസൊല്യൂഷൻസ് റിക്വയർഡ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഡിസിഷൻസ് മെയ്ഡ് ബൈ ദ കൗൺസിൽ. കൗൺസിൽ എന്തെങ്കിലും ഡിസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ഇതൊക്കെയാണ് ഇതിൽ കോമൺ മാർക്കറ്റ് ഗ്രൂപ്പിൽ വന്നത്. അടുത്തതിൽ എന്താണ് കൊമേഴ്ഷ്യൽ കമ്മീഷൻ ഓഫ് മെർകോസർ, CCM. ഇത് കോമൺ മാർക്കറ്റ് ഗ്രൂപ്പിന് എന്തിനു വേണ്ടിയാണ്? അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ട്രേഡ് പോളിസീസൊക്കെ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് കേട്ടോ രണ്ടാമത്തെ സ്ട്രക്ചറിൽ. ഇനി നാലാമത്തെ എന്താണ് പറയണത്? CPs, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മീഷൻ എന്നാണ് പറയണത്. ഇത് കമ്മിറ്റിയിൽ അഡ്വൈസറിയും ഡിസിഷൻ മേക്കിംഗ് നേച്ചറുമാണ്. അഡ്വൈസും കൊടുക്കും, തീരുമാനങ്ങൾ എടുക്കും. വിത്ത് പവേഴ്സ് ടു സബ്മിറ്റ് പ്രപ്പോസൽസ് ആസ് വെൽ. അവർക്കാണ് എന്ത് പ്രപ്പോസൽസ് സബ്മിറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളത്. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുന്നവർ.
ലാസ്റ്റത്താണ് സോഷ്യൽ ഇക്കണോമിക് കൺസൾട്ടേറ്റീവ് ഫോറം FCES. Brings together various associations and interest groups from member countries. മെമ്പർ കൺട്രീസിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സുകളോ അസോസിയേഷൻസ് ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ച് കൊണ്ടുപോകുന്നതാണ് സോഷ്യൽ ഇക്കണോമിക് കൺസൾട്ടേറ്റീവ് ഫോറം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 5 അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ എന്തിൻ്റെ മെർകോസറിന് ഉള്ളത്. അടുത്ത ഇന്ത്യ ആൻഡ് മെർകോസറാണ് പറയണത്. നമ്മൾ പറഞ്ഞതോളം 2004 ഒരു കരാറിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. A framework agreement had been signed between India and Mercosur on 17th June 2003. 2003 കേട്ടോ, ജൂൺ 17 ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടത്. അവരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് കണ്ടീഷൻസ് ആൻഡ് മെക്കാനിസംസ് ഫോർ നെഗോസിയേഷൻസ് ബൈ ഗ്രാൻഡിങ് റെസിപ്രോക്കൽ tariff preferences in the first stage and in the second stage to negotiate a free trade area between the two parties. ഇപ്പം എന്താണ്, ഒരു കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെഗോസിയേഷൻ മെക്കാനിസം ഗ്രാൻഡ് ചെയ്യാം, താരിഫ് പ്രിഫറൻസസ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന ഫസ്റ്റ് സ്റ്റേജിൽ. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്, ഫ്രീ ട്രേഡ് ഏരിയ, 2 രാജ്യങ്ങളിൽ ഫ്രീ ട്രേഡ് ഏരിയ ഉണ്ടാകുക, അതിനാവശ്യമായിട്ടുള്ള നെഗോസിയേഷൻസ് നടത്താം. India Mercosur Preferential Trade Agreement came into effect from 1st June 2009. 1st June 2009 ഇത് നിയമപ്രകാരം നിലവിൽ വന്നത് കേട്ടോ. പ്രൊഡക്ട്സ് കവേർഡ് ഇൻ ഇന്ത്യ ഓഫർ ലിസ്റ്റ് ആർ മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ്. അപ്പോൾ ഇന്ത്യയിലെ ഓഫർ എന്തായിരുന്നു ലിസ്റ്റിലുള്ളത്? മീറ്റും മീറ്റ് പ്രൊഡക്ട്സുമായിരുന്നു. ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കെമിക്കൽസ് എക്സെട്ര, ഇതൊക്കെയായിരുന്നു ഇന്ത്യയിലെ പ്രൊഡക്റ്റുകൾ ഇവർ ഓഫർ ചെയ്തിരുന്ന ആർക്ക്? മെർകോസർ രാജ്യമായിട്ട് ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട്. പ്രൊഡക്റ്റ് കവേർഡ് ഇൻ ദ ഓഫർ ലിസ്റ്റ് ഓഫ് മെർകോസർ പ്രൊഡക്റ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഫുഡ് പ്രിപ്പറേഷൻസ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് എസെൻഷ്യൽസ് ഓയിൽ, ഇതൊക്കെയാണ് അവരുടെ പ്രൊഡക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നത്, നമ്മൾക്ക് ഇങ്ങോട്ട് തന്നത്. ട്രേഡ് വോള്യൂം ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മെർകോസർ ഷുഡ് റീച്ച് $30 billion ബൈ 2030. ഇവരെ പറയുന്നത് ഇന്ത്യയും മെർകോസറും തമ്മിലുള്ള ആ ട്രേഡിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് 2030 ആകുമ്പോഴേക്കും എത്രയായിട്ട് മാറും എന്നാണ് പറയണത്? $30 billion ആയിട്ട് ഉയരും എന്നാണ് അവർ കരുതുന്നത്. മെർകോസർ സൈൻസ് ട്രേഡ് ഡീൽ വിത്ത് പലസ്തീനിയൻ അതോറിറ്റി. മെർകോസർ ആരുമായിട്ട് ട്രേഡിംഗ് ഡീൽ നടത്തിയിട്ടുണ്ട്? പലസ്തീൻ അതോറിറ്റിയുമായിട്ട് ട്രേഡിംഗ് ഡീൽ ഏർപ്പെട്ടിട്ടുണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് ട്രേഡ് ഡീൽ ബിറ്റ്വീൻ ദ പാലസ്തീനിയൻ ടെറിറ്ററീസ് ആൻഡ് ബ്ലോക്ക് ഓഫ് നേഷൻസ് ഔട്ട്സൈഡ് ദ അറബ് വേൾഡ്. അപ്പോൾ പറയുന്നത് അറബ് ലോകത്ത് വെച്ചിട്ട് പുറമേ നിന്നൊരു രാജ്യം നടത്തുന്ന ആദ്യത്തെ ഒരു ട്രേഡ് ഡീലാണ് എന്നുള്ളത് മെർകോസറും പാലസ്തീൻ ടെറിറ്ററീസും തമ്മിലുള്ളത്. അല്ലാണ്ട് ഒരിക്കലും അവരെന്താണ് അറബ് എമിറേറ്റ്സ് വെച്ചിട്ട് വേറൊരു രാജ്യങ്ങളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാറില്ല. ആദ്യത്തെ ഒരു ട്രേഡ് എഗ്രിമെൻ്റ് ആണ് മെർകോസറും പാലസ്തീൻ ടെറിറ്ററിയുമായിട്ട് ഇപ്പോൾ നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് മെർകോസറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കേട്ടോ.